സുഹൃത്തുക്കളെ, ഒരു പുതിയ കഥയുമായി വീണ്ടും. ഈ കഥയുടെ പേര് പുനർജന്മം. തുടങ്ങട്ടെ. നീണ്ട വരാന്തയ്ക്കറ്റത്തുള്ള ഒറ്റമുറിയിലെ ഇരുട്ടിൻ്റെ ഘനം കൂടിക്കൂടി വരുന്നുണ്ട്. പുറത്തുനിന്നും ഉയർന്നു കേട്ടിരുന്ന ശബ്ദം നിലച്ചു തുടങ്ങി. ആളുകൾ സംസാരിക്കുന്നു. ഏതൊക്കെയോ വാഹനങ്ങൾ ഗേറ്റിന് പുറത്തുള്ള മൺപാതയിലൂടെ ചീറിപ്പായുന്നു. റോഡിനരികിലുള്ള പഞ്ചായത്ത് കിണറിൽ നിന്നും വെള്ളം കോരിയെടുക്കുന്ന നാട്ടുകാരുടെ ബഹളങ്ങൾ, കപ്പികളുടെ കരച്ചിൽ, ടൈഗറിൻ്റെ ഘനഗംഭീരത്തോടെയുള്ള കുര, അങ്ങനെ പലതും കേൾക്കുന്നുണ്ടായിരുന്നു. വിളക്ക് കൊളുത്തുമ്പോൾ അമ്മ വിളിച്ച കൃഷ്ണ എന്നതാണ് അവസാനം കേട്ടത്. പിന്നെ ഒരനക്കവുമില്ല. എന്തോ തുടയിൽ കടിക്കുന്ന പോലെ പായയിൽ കുന്തിച്ചിരുന്ന് ഉണ്ണി മാന്തി. പിന്നെ വാതിലും ജനാലകളും എപ്പോഴും അടച്ചിടുന്നതിനാൽ കൊതുകിൻ്റെ ഉപദ്രവമില്ല. ലൈറ്റ് ഓൺ ചെയ്ത് നോക്കണോ എന്താ കടിച്ചതെന്ന്? വേണ്ട, ഇരുട്ടാണ് നല്ലത്. തനിക്ക് സ്വന്തം കോലം കാണേണ്ടല്ലോ. വേണ്ടെന്ന് വിചാരിച്ചാലും പലപ്പോഴും കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നതും കാണേണ്ട. ജട പിടിച്ച മുടിയോ നീണ്ടു വളർന്ന താടിരോമങ്ങളോ കാണേണ്ട. വൃത്തിയില്ലാത്ത നീണ്ട നഖങ്ങൾ കാണേണ്ട. പിന്നെ മറ്റുള്ളവർക്കും തന്നെ കാണുവാനാകില്ലല്ലോ. അവരുടെ പരിഹാസമോ പുച്ഛമോ കളിയാക്കലുകളോ അഭിപ്രായ പ്രകടനങ്ങളോ തനിക്കും കേൾക്കേണ്ടല്ലോ. അവർ കൊടുത്തുവോ? അച്ഛൻ്റെ ശബ്ദം. ഇല്ല, ഇതാ കൊടുക്കണു അമ്മ. ഉണ്ണിക്ക് സന്തോഷം തോന്നി. സുഖമില്ലാത്ത ചെക്കൻ ഈ ഒറ്റമുറിക്കുള്ളിലായ അന്നു മുതൽ മുമ്പൊന്നുമില്ലായിരുന്ന ശ്രദ്ധയും പരിചരണവും പ്രാധാന്യവും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അവൻ ഓർത്തോർത്ത് ചിരിച്ചു. ചായ, കാപ്പി, പിന്നെ ഭക്ഷണമായാലും ആദ്യം തനിക്ക്, എന്നിട്ട് മറ്റുള്ളവർക്ക്. അസുഖം വരേണ്ടി വന്നു എന്നർത്ഥം. എനിക്ക് വയ്യ. വാതിലിൻ്റെ ഓടാമ്പൽ നീക്കുന്നതിൻ്റെ ശബ്ദം. അമ്മ പ്രാതലുമായി എത്തിക്കാണും. വാതിലുകൾ പതിയെ തുറന്ന് അമ്മ ഇരുട്ടിൽ തന്നെ തപ്പുന്നുണ്ട്. റൂമിലേക്ക് പ്രവേശിച്ച ഇത്തിരി വട്ടത്തിൽ ഒന്നും വ്യക്തമാകുന്നുണ്ടാവില്ല. ഉണ്ണി, അമ്മ വിളിച്ചു. അവൻ വിളി കേട്ടില്ല. മാത്രമല്ല, കണ്ണുകൾ ഒന്നുകൂടി ഇറുക്കി അടച്ചു. വെളിച്ചം വേണ്ട, ഇഷ്ടമല്ല എനിക്ക്. വാതിലടയ്ക്കൂ വേഗം പ്ലീസ്, അവൻ കെഞ്ചി. അമ്മ ചോറ് തരാൻ വന്നതാടാ. അമ്മയുടെ സ്വരത്തിൽ സങ്കടവും അനുകമ്പയും സ്നേഹവും സ്ഫുരിച്ചു. അപ്പോൾ എന്നെയും സ്നേഹിക്കാനൊക്കെ അറിയാം അല്ലേ അമ്മേ? അവൻ ചിന്തിച്ചു. അതവിടെ വെച്ചിട്ട് വാതിലടച്ച് പോയിക്കൊള്ളൂ, അവൻ ഒച്ച വെച്ചു. വേറെ വല്ലതും വേണോ എൻ്റെ കുട്ടിക്ക്? ഒന്ന് പോയി തരുമോ? അവൻ്റെ സ്വരം കൂടുതൽ പരുക്കനായി. ദയനീയ ഭാവത്തിൽ അമ്മ അല്പസമയം കൂടി അവിടെ തന്നെ നിന്നു. പിന്നെ പുറത്തിറങ്ങി വാതിലടച്ച് ഓടാമ്പലിട്ട് പോയി. ഈ സ്നേഹം തന്നോട് എപ്പോഴാണ് അമ്മയ്ക്ക് തോന്നി തുടങ്ങിയതാവോ? എന്നെ ഈ റൂമിൽ പൂട്ടിയിട്ടപ്പോൾ മുതൽ. അതിനു മുമ്പ്? ഉണ്ണി പല്ല് കടിച്ചു. അകത്ത് ക്ലോക്കിൽ 8 മണി അടിക്കുന്നതിൻ്റെ നാദം. അവൻ ഇരുട്ടത്ത് തപ്പി പ്ലേറ്റിനടുത്തെത്തി. കഴിച്ചിട്ട് കിടക്കാം വേഗം. എഴുന്നേറ്റ് റൂമിൻ്റെ അരികിലായുള്ള ചെറിയ ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു. 0 വാട്ട് ലൈറ്റ് ഓൺ ചെയ്തു. ഇപ്പോൾ നേരിയ പ്രകാശമുണ്ട് റൂമിൽ. തിരിച്ച് പ്ലേറ്റിനടുത്തിരുന്നു. കാച്ചിയ മോരിൽ കുഴച്ച ചോറും പയറുപ്പേരിയും. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഇഷ്ടങ്ങൾ അമ്മ മറന്നിട്ടില്ല. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ ഓർത്തു, പ്രത്യേകിച്ച് ഈ റൂമിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷം ചോദിച്ചതൊക്കെ തരുന്നുണ്ട്. അതിപ്പോൾ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവരിച്ചിട്ടായാലും. നക്കി തുടച്ച പ്ലേറ്റ് വാതിൽക്കിലേക്ക് തന്നെ നീക്കി വെച്ച് അവരെഴുന്നേറ്റു. മൺകുടത്തിൽ കുടിവെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മൂടിയിൽ കമഴ്ത്തി വെച്ചിരുന്ന ഗ്ലാസ് എടുത്ത് വെള്ളം മുക്കി കുടിച്ചു. ഇനി കിടന്നുറങ്ങാം, അതന്നെ പരിപാടി. അവൻ മുക്കിൽ മടക്കി ചാരി വെച്ചിരുന്ന പായ നിലത്ത് വിരിച്ചു. വിരിയെടുത്ത് ചുരുട്ടി തലയിണയാക്കി നീണ്ടു നിവർന്ന് കിടന്നു. ചൊറിച്ചിലിപ്പോഴും ഉണ്ട്. ഉറുമ്പ് കടിച്ചിട്ട് തന്നെയാവും. അതോ ഇനി കുറേ കാലമായിട്ട് അലക്കാത്ത ഈ വിരി ഇട്ടതുകൊണ്ടാവുമോ? അതും അറിയില്ല. അല്ല, കുളിച്ചിട്ട് 3-4 ദിവസമായിരിക്കണു. പുറത്ത് എന്തോ കാര്യമായിട്ടുള്ള ചർച്ച നടക്കുന്നുണ്ടല്ലോ. ഉണ്ണി എഴുന്നേറ്റു. വാതിലിനടുത്തായി ചെന്നു നിന്നു ചെവി ഓർത്തു.
അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ ബാലുവിൻ്റെയും വർത്തമാനം മുഴങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ ബാംഗ്ലൂരിൽ പോയി പഠിച്ചാലേ പഠിപ്പാകൂ? അച്ഛൻ്റെ ചോദ്യമാണ്. നാട്ടിൽ നല്ല കോളേജൊന്നുമില്ല എന്നാണോ? എനിക്ക് ബാംഗ്ലൂരിൽ പോയി പഠിച്ചാൽ മതി. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെയാണ് പഠിക്കാൻ പോണേ. ബാലു വാശി പിടിക്കുന്നു. എടാ, അവർക്കൊക്കെ അതിന് പറ്റുന്നുണ്ടാവും. നമ്മുടെ അടുത്ത് എവിടെ പണം? നല്ല ചിലവുള്ള കാര്യമല്ലേ? നാട്ടിൽ പഠിക്കുന്ന പോലെയാണോ? അമ്മ ഇടപെട്ടു. അതൊന്നും മക്കൾക്കറിയണ്ടല്ലോ അച്ഛൻ. നിങ്ങളിങ്ങനെ അവനെ ചീത്ത പറയണ്ട. അവനൊരാഗ്രഹം പറഞ്ഞു വെച്ചിട്ട് അമ്മ രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആഗ്രഹം മാത്രമൊന്നുമല്ല, നാട്ടിലെ പഠിപ്പിക്കാൻ ഉദ്ദേശമെങ്കിലേ ഞാനിനി പഠിക്കണേ ഇല്ല. പിന്നെ കേട്ടത് എന്തോ താഴെ വീണ് പൊട്ടിച്ചിന്തിച്ചെതിർന്ന ശബ്ദമാണ്. ബാലു ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റോ മറ്റോ അരിശത്തോടെ നിലത്തെറിഞ്ഞു എന്ന് തോന്നുന്നു. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ഉണ്ണി പായയിൽ പുതച്ചു കിടന്നു. ഉണ്ണി, ഉണ്ണി, നീക്കെൻ്റെ കുട്ടിയെ. അമ്മയുടെ വിളി അവനെ ഉണർത്തി. രാവിലെ ആയിരിക്കുന്നു. കുട്ടി പോയിട്ടേ പല്ല് തേച്ച് കുളിച്ച് വൃത്തിയായിട്ട് വാ. എന്നാൽ ഉണ്ണിയുടെ പിറന്നാളാ. അമ്മ അമ്പലത്തിൽ പോയിട്ട് വഴിപാടൊക്കെ കഴിച്ചിട്ട് വരാട്ടോ. ഞാനും വരട്ടെ അമ്പലത്തിലേക്ക്? ഉണ്ണി ചോദിച്ചു. കുട്ടിയുടെ ഭേദമാവട്ടെ സുഖലയായ. എന്നിട്ട് അമ്മ കൊണ്ടുണ്ട്. അമ്മ വീണ്ടും വാതിലടച്ച് മടങ്ങിക്കഴിഞ്ഞു. ഭേദാവേ? കിടക്കപ്പായിൽ വീണ്ടും ഇരുന്നവൻ ചിന്തിച്ചു. ഭേദാവാൻ എനിക്ക് എന്താണോ അസുഖം? അല്ല, ഇനിയിപ്പോൾ വയ്യായ്മ ഉണ്ടെങ്കിൽ തന്നെ എന്നെ ഇങ്ങനെ ആക്കിയത് നിങ്ങളൊക്കെ ചേർന്നിട്ട് തന്നെയല്ലേ? അവന് വീട്ടുകാരോട് അങ്ങനെ ഉറക്കെ വിളിച്ച് ചോദിക്കാൻ തോന്നി. എന്നെ കൂടെ കൊണ്ടുപോകാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലേ ദേവി കേൾക്കില്ല, എനിക്കുറപ്പാ. എല്ലാം തനിക്കിപ്പോഴും നല്ലോണം ഓർമ്മയുണ്ട്. പഠിക്കാൻ തീരെ മോശമായിരുന്നു. ചെണ്ട കൊട്ടലിലായിരുന്നു താല്പര്യം. അമ്പലത്തിൽ ഉത്സവങ്ങൾ നടക്കുമ്പോഴെല്ലാം ഓടിപ്പോയി മേളവും തായമ്പകയും ആസ്വദിക്കുമായിരുന്നു. പക്ഷേ അച്ഛന് തന്നോട് വെറുപ്പായിരുന്നു, തൻ്റെ ആഗ്രഹത്തോടും. പ്രത്യേകിച്ച് അനിയൻ ബാലു നല്ല നിലവാരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കൂടിയായ സ്ഥിതിക്ക്. പഠിക്കാത്തവൻ, മന്ദൻ എന്നിങ്ങനെ തുടങ്ങി പൊട്ടൻ എന്നുവരെ അച്ഛൻ പരിസരബോധമില്ലാതെ തന്നെ വിളിച്ചു. കളിച്ചു നടക്കുവാനോ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുവാനോ സമ്മതമില്ല. മാത്രമല്ല, വീട്ടുപണികൾ നിർദ്ദയം ചെയ്യിപ്പിക്കുവാനും തുടങ്ങി. പണി പകുതിയാക്കി കളിക്കാനോ മറ്റോ പുറപ്പെട്ടാൽ ചുട്ട അടി പതിവായി. അമ്മ ഒരിക്കലും തനിക്കൊപ്പം നിന്നില്ല. പോത്തുപോലെ വളർന്നു പൊട്ടച്ചക്കൻ. പഠിച്ച് നന്നാവാനോ പോണില്ല. എന്നാൽ പിന്നെ പുറം പണിയെടുത്ത് ശീലിക്കട്ടെന്നേ. പിഴച്ചു പോണ്ടേ? ഭാലുമെടുക്കനാ, അതൊരു സമാധാനം പ്രതീക്ഷയും. അമ്മയെങ്കിലും തന്നെ മനസ്സിലാക്കുമെന്ന് കരുതി പറഞ്ഞു നോക്കി പലവട്ടം. അമ്മേ, ഞാൻ പൊട്ടനൊന്നുമല്ല, പഠിക്കാൻ താല്പര്യമില്ലെന്നേ പറഞ്ഞുള്ളൂ. ചെണ്ട പഠിപ്പിച്ചുകൂടെ? ഇഷ്ടപ്പെട്ട കലയിലൂടെ ജീവിച്ചു പോവാലോ. അച്ഛൻ കയർത്തു. ഇനിയിപ്പോൾ കൊട്ട മുഴുക കൂടി വേണ്ടു പൊട്ടനെ. അമ്മ നിസ്സഹായായി. നീയേ അച്ഛനോട് നേരിട്ടൊന്ന് പറഞ്ഞു നോക്കടാ എൻ്റെ ഉണ്ണിയെ, അമ്മ അഭിപ്രായപ്പെട്ടു. ഒരിക്കൽ അതിന് അവസരം കിട്ടി. എല്ലാവരും പൂമുഖത്ത് ഒത്തുകൂടിയ വേളയിൽ ഉണ്ണി തുടക്കമിട്ടു. അച്ഛാ, വാരത്തെ കുഞ്ഞിനേട്ടല്ലേ ചെണ്ട പഠിപ്പിക്കുന്നുണ്ടത്രേ. ഞാനും പഠിക്കാൻ പോയിക്കോട്ടെ? നിന്നെ ചെണ്ട കൊട്ടം പഠിപ്പിക്കാടാ ഞാൻ. ആക്രോശിച്ചുകൊണ്ട് അച്ഛൻ കലിതുള്ളി എഴുന്നേറ്റ് വരുന്നത് ഒരു നോട്ടം കണ്ടു. അടുത്ത നിമിഷം ചെകിടടച്ച് പൊട്ടി അടി. പിന്നെ ഒന്നും ഓർമ്മയില്ല. കണ്ണിൽ ഇരുട്ട് കയറിയ നേരിയ ഓർമ്മയൊഴികെ. വീണ്ടും കണ്ണു തുറന്നപ്പോൾ ആശുപത്രി കിടക്കയിലായിരുന്നു. പിന്നീട് അറിഞ്ഞു, അടികിട്ടി കുഴഞ്ഞു വീണയുടനെ അപസ്മാരം വന്നു, ബോധവും പോയി. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ വിധി എഴുതിയത്രേ, മകനെ ബുദ്ധി വളർച്ച തീരെ പോരാ. സത്യത്തിൽ തനിക്കും അതൊരു പുതിയ അറിവായിരുന്നു. സ്കൂളിലോ കോളേജിലോ പഠിക്കാനല്ല തനിക്ക് താല്പര്യം, ചെണ്ടകൊട്ട് പഠിക്കാനാണ് എന്ന് പറഞ്ഞതാണോ തെറ്റായത്? അതുകൊണ്ട് ബുദ്ധി വളർച്ച ഇല്ല എന്നതാണോ? നല്ല തമാശ. ഏതായാലും ബാംഗ്ലൂരിൽ പഠിക്കുവാൻ സൗകര്യം അച്ഛനമ്മമാർ ചെയ്തു കൊടുത്തതോടെ ബാലു യാത്രയായി. അതേസമയം ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങുവാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ താൻ എപ്പോഴും വീട്ടിനകത്ത്. സദാസമയം തൻ്റെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കും. ദിവസങ്ങൾ പിന്നിടുന്തോറും ഉണ്ണിക്ക് എല്ലാവരോടും ദേഷ്യവും വെറുപ്പുമായി തുടങ്ങി. അച്ഛൻ്റെ ഒടുക്കത്തെ ആ അടിയാണ് ഈ നിലയിലാക്കിയത്. അതിനെ വിമർശിക്കുവാനോ തന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ പോലും തയ്യാറാവാത്ത അമ്മ. ചേട്ടൻ്റെ ദയനീയ അവസ്ഥയിൽ ഒട്ടും മനസ്താപമില്ലാത്ത അനിയൻ ബാലു. അവൻ്റെ ഇഷ്ടം നടന്നുവല്ലോ.
താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് മാത്രം ഇങ്ങനെ? ഈ ചിന്തയിൽ അവനിൽ അച്ഛനമ്മമാരോടും ബാലുവിനോടും വൈരാഗ്യവും വെറുപ്പും ഉണർത്തി. ആരോടും ഉള്ളു തുറന്ന് സംസാരിക്കുവാൻ കഴിയാതെ എല്ലാം ഉള്ളിലൊതുക്കി നടന്നു അവൻ. പക്ഷേ അധികം നാൾ അവൻ്റെ ശാന്ത സമീപനം നിലനിന്നില്ല. ആകെ ഒരു എരിപൊരു സഞ്ചാരം. പതിയെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ബഹളം വയ്ക്കുന്ന രീതിയായി. വീട്ടിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. ചാടിക്കളിക്കുമ്പോൾ അവനെ അടുത്ത് ചേർത്ത് പിടിച്ചിരുത്തി സമാധാനിപ്പിക്കേണ്ട അച്ഛനമ്മമാർ അവനിൽ നിന്നും കൂടുതൽ അകലം പാലിക്കാനാണ് ശ്രമിച്ചത്. അത് അവൻ്റെ മാനസിക നില കൂടുതൽ പ്രക്ഷുബ്ധമാക്കി. ക്ഷമ നഷ്ടപ്പെടുന്ന വേളകളിലൊക്കെ അച്ഛൻ കടുത്ത നിശിക്ഷ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു തുടങ്ങിയതോടെ കൂടുതൽ വഷളായി. അനിയൻ ബാലുവിനെ ഉയർത്തിയും ഉണ്ണിയെ താഴ്ത്തിയും അവർ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും മുമ്പിൽ അവതരിപ്പിച്ചു. ഉണ്ണി ആവർത്തിച്ച് ശ്രമിച്ചു തൻ്റെ പ്രശ്നം അവതരിപ്പിക്കുവാൻ. എനിക്ക് ഒരു പ്രശ്നവുമില്ല, എന്നെ ചെണ്ട പഠിപ്പിച്ചാൽ മാത്രം മതി, ഞാനും മിടുക്കനായിക്കൊള്ളാം. പക്ഷേ അവനെ പൊട്ടൻ എന്ന് അധിക്ഷേപിച്ച് നിശബ്ദനാക്കാനാണ് അവർ ശ്രമിച്ചത്. സങ്കടവും നിരാശയും പകയും ഉണ്ണിയുടെ മാനസിക നില ആകെ തെറ്റിച്ചു. ഒരിക്കൽ ബാലു ബാംഗ്ലൂരിൽ നിന്ന് അവധിക്ക് വന്ന സമയം. ഉണ്ണിയെ ഈ ഒറ്റമുറിയിലിരുത്തി ബാക്കി മൂവരും പൂമുഖത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. റൂമിൽ ഒറ്റയ്ക്ക് കുറേ നേരം ഇരുന്ന് മടുത്തപ്പോൾ ഉണ്ണി പതുക്കെ അങ്ങോട്ട് നടന്നു ചെന്നു. ഉണ്ണിയെ കണ്ടതോടെ ചർച്ച നിലച്ചു. അവരുടെ ഭാവം മാറി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പോയിരിക്കുക റൂമിൽ, അച്ഛൻ അട്ടഹസിച്ചു. അച്ഛനെ ഒന്ന് നോക്കി ഒന്നും പ്രതികരിക്കാതെ അവൻ ഒരു കസേരയിൽ ഇരിപ്പുറപ്പിച്ചു. ഏട്ടാ, അകത്ത് പോയിരിക്കെ, ഇപ്പോൾ എൻ്റെ ബാംഗ്ലൂരിൽ നിന്നുള്ള കുറച്ച് കൂട്ടുകാർ വരും, ബാലു ആവശ്യപ്പെട്ടു. ഞാനിവിടെ നിങ്ങളോടൊപ്പം ഇരുന്നാലെന്താ? ഉണ്ണി ചോദിച്ചു. പറഞ്ഞനുസരിക്കില്ല അല്ലേ? അച്ഛൻ എഴുന്നേറ്റ് അടിക്കുവാനെടുത്തു. പിന്നെ അവർ കണ്ടത് ഉണ്ണിയുടെ ഇതുവരെ കാണാത്ത ഒരു മുഖമായിരുന്നു. വല്ലാത്തൊരു അലർച്ചയോടെ അവൻ ചാടി എഴുന്നേറ്റു. മേശപ്പുറത്ത് വെച്ചിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് ചീറിയെടുക്കുന്ന അച്ഛനെ ലക്ഷ്യമാക്കി ഒരൊറ്റ ഏറ്. ഫോൺ അയാളുടെ നെറ്റിയിൽ ആഞ്ഞു പതിച്ച് താഴെ വീണു. നെറ്റിയിൽ നിന്നും രക്തം ചീറ്റി ഒഴുകി. ഉണ്ണിയെ തടുക്കാനാഞ്ഞ ബാലുവിനെ അവൻ ചവിട്ടി തെറിപ്പിച്ചു. ഭയചകിതയായി അമ്മ നിലവിളിച്ചു. ശബ്ദകോലാഹലം കേട്ട് അയൽവാസികൾ ചിലർ ഓടിയെത്തി. എല്ലാവരും ചേർന്ന് ഉണ്ണിയെ വലിച്ചിഴച്ച് ഈ ഒറ്റമുറിയിലേക്ക് തള്ളി. വാതിൽ പുറത്തു നിന്നും അടച്ചു. ആ സംഭവത്തോടെ ഇന്നത്തെ ഈ ഉണ്ണിയായി അവൻ മാറി. ആരോടും ഇടപഴകാതെ റൂമിൽ ഒരേ ഇരിപ്പ്. എപ്പോഴും അടച്ചിട്ട വാതിലും ജനാലകളും. ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താൽ കഴിക്കും, അതും ചിലപ്പോൾ. കുളി അവന് തോന്നുമ്പോൾ മാത്രം. താടിയും മീശയും വളർന്നു. അപ്പോൾ മുതൽ അവൻ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനുമായി. സമയത്തിന് അവനിഷ്ടപ്പെട്ട ഭക്ഷണം. ആരും ദേഷ്യപ്പെടാൻ വരാറില്ല, തല്ലാൻ വരാറില്ല, ഒന്നിനും നിർബന്ധിക്കാറില്ല. എല്ലാം അവൻ്റെ ഇഷ്ടം. ആ റൂമായി അവൻ്റെ ലോകം. പൊട്ടൻ എന്ന് ആരും കളിയാക്കാറില്ല, ബാലുവുമായി താരതമ്യം ചെയ്യാറുമില്ല. ഉണ്ണി, എണീറ്റ് കുളിച്ചില്ലേ ഇനിയും? അമ്മയുടെ ശബ്ദം അവനെ ചിന്തയിൽ നിന്നും ഉണർത്തി. ആദ്യമായി കാണുന്ന പോലെ അവൻ അമ്മയെ ഉറ്റുനോക്കി. കുളിച്ചു വാടാ, അമ്മ ചന്ദനം വിട്ടു തരാം. അമ്മ പ്രസാദമടങ്ങിയ ഇലച്ചീന്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ചന്ദനം തൊടാൻ കുളിക്കണമെന്നുണ്ടോ അമ്മേ? അവൻ ചോദിച്ചു. നമ്മൾ കുളിച്ചിട്ടല്ലേ ചന്ദനം തൊടാറുള്ളൂ, അതല്ലേ അതിൻ്റെ രീതി. ഉണ്ണി പതുക്കെ എഴുന്നേറ്റു അമ്മയ്ക്കരികിലെത്തി. എന്നാലേ എൻ്റെ രീതി അതല്ല. ഇലച്ചീന്തിലെ ചന്ദനം എടുത്തവൻ നെറ്റിയിൽ തൊട്ടു. നിങ്ങളെ ആരെപ്പോലും അല്ലല്ലോ ഞാൻ, ഈ പൊട്ടൻ. ഇക്കാര്യത്തിൽ നിങ്ങളെപ്പോലെ ആവണമെന്നില്ല. അവൻ മുരണ്ടു. എന്തു പറയണമെന്നറിയാതെ അമ്മ നിന്നു സ്തബ്ധയായി. പെട്ടെന്നെന്തോ ഓർത്തിട്ടെന്നോണം ഉണ്ണി ചോദിച്ചു. എനിക്ക് ഇന്നൊക്കെ എത്ര വയസ്സായി അമ്മേ? എൻ്റെ പിറന്നാളല്ലേ ഇന്ന്. ഉണ്ണിക്കോ? ഉണ്ണിക്ക് 23. അമ്മ അവൻ്റെ തലമുടി മാടി ഒതുക്കി. അമ്മയ്ക്ക് തെറ്റി. അവൻ ചിരിച്ചു. എനിക്കേ 1 വയസ്സായിട്ടുള്ളൂ. അന്ന് അച്ഛൻ അടിച്ച് താഴെ വീണ് ബോധം പോയില്ലേ? അന്തം വിട്ട് നിൽക്കുന്ന അമ്മയോടവൻ തുടർന്നു. അന്ന് ബോധം കെട്ട് വീണതല്ലായിരുന്നു, ആ പഴയ ഉണ്ണി മരിച്ചു വീഴുമായിരുന്നു. പിന്നെ എൻ്റെ പുനർജന്മമാണ് ഉണ്ടായത്, ഈ റൂമിൽ പൂട്ടിയിട്ട ആ ദിവസം. ഒന്ന് നിർത്തി അവൻ വീണ്ടും ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ റൂമാണ് അന്ന് മുതൽ എൻ്റെ ലോകം. ഈ പുനർജന്മം എടുത്ത് 1 വർഷമായി കാണും ഇല്ലേ? അപ്പോൾ എനിക്കിന്ന് 1 വയസ്സ്. 1 വയസ്സ് മാത്രം.
ഒരു വയസ്സായവന് ബുദ്ധി ഉറച്ചിട്ടുണ്ടാവില്ലല്ലോ അമ്മേ. എനിക്കൊന്നും അറിയാത്തത് ഒരു വയസ്സായ കുട്ടിയായതുകൊണ്ടല്ലേ, പൊട്ടനായതുകൊണ്ടല്ലല്ലോ. ഉറക്കെ ഉറക്കെ ചിരിച്ചു കൊണ്ടവൻ പായിലേക്ക് വീണു. പതുക്കെ പതുക്കെ ആ ചിരി ഒരു പൊട്ടിക്കരച്ചിലായി മാറി. ഇല്ല ഉണ്ണി, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മ അവനരികിലിരുന്നു. ഇനി ഈ വാതിൽ പുറത്തുനിന്ന് അടക്കില്ല അമ്മ. അമ്മ അതിന് സമ്മതിക്കില്ല. അമ്മയാണ് പറയണത്. എൻ്റെ ഉണ്ണി ചെണ്ട പഠിക്കാൻ പോവും, അമ്മ ചേർക്കും. ഉണ്ണി അമ്മയുടെ മടിയിൽ തലവെച്ച് കെന്തി കെന്തി കരഞ്ഞു. ഈ കഥ ഇവിടെ തീരുകയാണ്. നന്ദി, നമസ്കാരം.